നമസ്കാരം, V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. കനത്ത മഴയിൽ തകർന്നു തരിപ്പണമായ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് നിർദ്ദേശം നൽകി മന്ത്രി ആർ ബിന്ദു. ജൂലൈ 5-നകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ നിർദ്ദേശം. മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ പാച്ച് വർക്കുകൾ നടത്തും. നിരത്തിൽ വടക്കാഞ്ചേരി അത്താണി മേഖലയിൽ ഭീമൻ ഗർത്തങ്ങൾ. മക്കളെ ആരാക്കണമെന്ന ചോദ്യം ഉയരുമ്പോൾ മാതാപിതാക്കൾ പ്രഥമ പരിഗണന നൽകേണ്ടത് മനുഷ്യരാക്കും എന്ന മറുപടിക്കാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിദ്യാർത്ഥി സമൂഹത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിനൊപ്പം മാനുഷിക മൂല്യങ്ങൾ കൂടി പകർന്നു നൽകണമെന്നും മന്ത്രി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ സഹായധനം വിതരണം ചെയ്തു. വടക്കാഞ്ചേരി യൂണിറ്റ് മരണമടഞ്ഞ കുടുംബങ്ങളുടെ ആശ്രിതർക്ക് നൽകിയത് 20 ലക്ഷം രൂപ. തൃശൂരിൽ എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ വൻ സ്പിരിറ്റ് വേട്ട. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പട്ടിക്കാട് നിന്ന് പിടികൂടിയത് 750 ലിറ്റർ സ്പിരിറ്റ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു സ്പിരിറ്റ്. പറവൂർ സ്വദേശികളായ 4 പേർ അറസ്റ്റിൽ. മുണ്ടത്തിക്കോട് കുമ്പാര കോളനിക്ക് ഇനി പേര് അമ്മാനഗർ. സംസ്ഥാന സർക്കാർ കോളനികൾ എന്ന പേര് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തതോടെയാണ് പുതിയ പേര് സ്വീകരിക്കുന്നത്. അമ്മാനഗറിലെ ജനങ്ങളുടെ കുലത്തൊഴിലായ മൺപാത്ര നിർമ്മാണം കടുത്ത പ്രതിസന്ധിയിലേക്ക്. മഴക്കാലത്ത് പട്ടിണിയുടെ രൂക്ഷതയിലേക്ക് കുമ്പാര സമുദായം. നിർമ്മാണവും വിപണിയും ദുഷ്കരമാകുന്നു. സർക്കാർ സഹായം നൽകണമെന്നാവശ്യം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. CPM-ന്റെ 29.29 കോടി രൂപയുടെ സ്വത്ത് ED കണ്ടുകെട്ടിയെന്ന വാർത്തയെക്കുറിച്ച് ഒരറിവുമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരറിയിപ്പ് നൽകിയിട്ടില്ലെന്നും വർഗീസ്. നടക്കുന്നത് CPM-നെ തകർക്കാനുള്ള ഗൂഢപദ്ധതികളെന്നും ആരോപണം. ED നീക്കത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EDയെ ന്യായീകരിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആലത്തൂർ MP കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യണമെന്ന വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കര. ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി അനിൽ. കലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്ന് എടക്കളത്തൂർ സ്വദേശിക്ക് ഡോക്ടറേറ്റ്. ജ്യോതിരാജ് കെ പണിക്കർക്കാണ് മിന്നും നേട്ടം. സംസ്കൃത സാഹിത്യ വിഭാഗത്തിൽ ജ്യോതിഷത്തിലാണ് വലിയ അംഗീകാരം. വനം വകുപ്പിന്റെ മച്ചാട് വടക്കാഞ്ചേരി റേഞ്ചുകളിലെ വനമേഖലകളിൽ നായാട്ടു സംഘത്തിന്റെ വിഹാരം. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പന്നിവേട്ട. ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് വനപാലക സംഘം. വലിയ ആശങ്കയിലും അതിലേറെ ഭീതിയിലും ജനങ്ങൾ. ശക്തമായ നടപടിയുമായി പോലീസ്. വനമേഖലയിൽ ബോംബ് സ്ക്വാഡിന്റെ പരിശോധന. സംസ്ഥാനത്തെ സർവകലാശാലകൾ RSS കേന്ദ്രങ്ങളാക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമം നടത്തുകയാണെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ജനാധിപത്യ സംവിധാനങ്ങളെ ഗവർണർ അട്ടിമറിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. ഗവർണറുടെ നടപടിയുടെ നിയമസാധുത സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരിക്കെ ഓമ്നി വാൻ കത്തിനശിച്ചു. വരാക്കര സ്വദേശി ലിൻസന്റെ ഉടമസ്ഥതയിലുള്ള വാനാണ് കത്തിനശിച്ചത്. കേബിൾ ഓപ്പറേറ്ററായ യുവാവ് വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. CNG ഇന്ധനമായ വാഹനത്തിലാണ് തീ പടർന്നത്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിൽ നിന്ന് ഭാരതപ്പുഴയിലേക്ക് എടുത്തുചാടി യുവാവ്. ഇരുകരയും തൊട്ടൊഴുകുന്ന പുഴയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരം. ഷൊർണൂരിൽ നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസും ചെറുതുരുത്തി പോലീസും ഊർജിത തിരച്ചിലിൽ.